ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു, കറവ് പണി. പശുവിനെയല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്ക് ഇഷ്ടമുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്ക് ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ട് കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. തള്ളേ, ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വിടും. എടാ മണവാളത്തണ്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. ദൈവമേ, ഈ കുരിശിന് ഇങ്ങനെ പെൺകുട്ടി കെട്ടിയെടുക്കണം. ഓ, ഇത്ര ചേർ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാൻ. ഹലോ. ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നു? അത് കാണാത്തോണ്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ, ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. കുട്ടിയൊന്ന് അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കാം. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. സോറി, ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും. കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ടുപാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും മറന്നിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കണതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ദാ നോക്ക്, സ്പോൺസേർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നിറഞ്ഞിരിക്കണി. നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ? ഹലോ, ഞാൻ കാവേരിയാ. ഇതെവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ, മനുഷ്യത്തല്ലാത്ത വർഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാചാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോൺ എപ്പോഴാ എക്സ്ചേഞ്ച് ചെയ്തത്? ഒരു കാര്യം ചെയ്യ്, ഇയാൾ മറൈൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടുത്തെ ചെറുകളും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടല് തന്നെ എന്റെ ഡാഡിയുടെയാ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. എന്നാ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കണേ. സോറി. ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നില്ല ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവളുടെ ശ്രമം എന്ന് തോന്നുന്നു. അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവൾ ആള് ശരിയല്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. എന്താ പറയാ? എന്താ? പോട്ടെ ചേടാ, വരട്ടെ. മോനെ മരങ്ങോടാ.
അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പ്. അത് പിന്നെ ഞാൻ അയ്യോ സാർ ഒരു മിനിറ്റ്. സാറെങ്ങോട്ടാ? വണ്ടി ടൗൺ ഹാളിലേക്ക് വിട. സാർ ഞാനൊരു ലോങ് ട്രിപ്പ് പിടിച്ചിരിക്കാം. വിരോധമില്ലെങ്കിൽ. ഇത് പ്രീപെയ്ഡ് ടാക്സി അല്ലേ? അതെ. ഇത് ക്യാഷ് അടച്ച റെസിപ്റ്റാ. വണ്ടി വേഗം വിട. ഞാൻ സാറിന് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തെന്ന. വേണ്ട, എനിക്ക് ഈ വണ്ടി തന്നെ മതി. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വേറെ വണ്ടി പിടിച്ചു പൊയ്ക്കോളാം. സോറി സാർ, നിങ്ങൾ ആ വണ്ടി തന്നെ. ശരി. ഈ വണ്ടിക്ക് ഇത്രയും സ്പീഡേ ഉള്ളോ? വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ സാർ. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലേ? മൊബൈൽ ടവർ കാറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഇവൻ എവിടുന്ന് വന്നതാ? താൻ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഞാൻ എയർപോർട്ടിലോട്ട് കാർ അയച്ചിരുന്നു. ലേറ്റ് ആയി പോയി. ആര്, ഞാനോ? അല്ല, കാറ് അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ലല്ലോ. എങ്കിൽ ഫോൺ വെച്ചിട്ട് പോടോ മനുഷ്യനെ. ഓ, shit. ഇപ്പൊ അകത്തും പുറത്തും അഴുക്കായി. വലിയ വാചകമൊന്നും അടിക്കണ്ട. വളയം പിടിക്കുന്നവൻ വളയം പിടിച്ചാ ഓ, നിക്ക്. ഈ വൃത്തികെട്ട കോലത്തിൽ സാറിന് അകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എയർപോർട്ടിലോടുന്ന VIP വണ്ടിയാ. വണ്ടിയിൽ അഴുക്കാവും. വണ്ടി ഇടറാ, നിർത്ത. നീ ആ കടയിൽ ചെന്ന് എനിക്കൊരു പാൻസ് ഷർട്ട് വാങ്ങിക്കോ. അയ്യോ, എന്റെ ജോലി വണ്ടി ഓടിക്കാന്നുള്ളത് മാത്രമാണ്. ആ കടയിൽ പോയി എനിക്ക് പാൻസ് ഷർട്ടും വാങ്ങിക്കാൻ നിനക്ക് എന്ത് കൂലി വേണം? ഒരു 200 എടുത്തോ. ആ, പിന്നെ ഷർട്ട് 44, പാൻസ് 38. 38 പാന്റും 44 ഷർട്ടുവാ ഈ പൈസക്കാ? ഓ, സൈസിന്റെ കാര്യം പറഞ്ഞ അടമായി. എടോ പരമാനന്ദം, സാർ. എത്ര മണിക്കാടോ ഫംഗ്ഷൻ? ടൈം ഈസ് ഓവർ സാർ. ഓ, ഞാനിതാ എത്തി. എന്തിന്? Yes, ഓക്കേ. sir. ഇതെന്താടോ ഇത്? അവിടെ ഇതൊക്കെ ഉള്ളൂ. ഇനി വേറെ വേണമെങ്കിൽ 25 കിലോമീറ്റർ കൊണ്ട് ഓടണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ പാകിസ്ഥാൻകാരനാണോ? അല്ല. ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. രക്ഷപ്പെട്ടു. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചോ, ആവശ്യം വരും. പോട്ടെ. ചെല്ലേ. 4 വർഷം തുടർച്ചയായി സേഡ് ജിക്കാണ് അവാർഡ്. ഇത്തവണയും അദ്ദേഹത്തിനായിരിക്കും. അതെ. ഓ, സാർ, ഇത് MTVയുടെ പ്രോഗ്രാം അല്ല, അവാർഡ് ഫംഗ്ഷൻ ആണ്. സാർ എന്താ ഈ അവിഞ്ഞ വേഷത്തില്? അതൊക്കെ പറയാം. തനിങ്ങി വന്നേ, വാ. ഞാൻ സാറിനെ കൊണ്ട് സ്റ്റേജിൽ എത്തട്ടെ. എന്തിനാ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്ന്? അത് കേറ്. വേണ്ട സാർ. ആണക്കേടായി സാർ. ഓ, വാ. പരമാനന്ദം, തനിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. സാർ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഡോ. അടുത്തതായി ഈ വർഷത്തെ ദ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് കേരള അവാർഡ് പ്രഖ്യാപനമാണ്. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിസിനസ്മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാഘവേന്ദ്ര സേഠ് ഈ വർഷവും മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ബിസിനസ് രംഗത്ത് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച് പുത്തൻ ഉണർവായി മാറിയിരിക്കുകയാണ് മിസ്റ്റർ രമേഷ് പ്രസാദ്.